നമസ്കാരം. ഞാനുള്ളിടത്തോളം കാലം ഞാൻ ഇവളെ നല്ലതുപോലെ നോക്കും. പക്ഷെ ഞാൻ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ ഇവൾക്ക് ആരുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ആവലാതി. ഇതാണ് ശ്രുതിയെ കൈപിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ജെൻസൺ എന്ന് പറയുന്ന യുവാവ് പറഞ്ഞത്. ആരാണ് ഈ ജെൻസൺ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ജെൻസൺ ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു. ശ്രുതിക്ക് ജെൻസൺ എല്ലാമായിരുന്നു. ശ്രുതിക്ക് സകല ആൾക്കാരെയും വയനാട് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടപ്പോൾ ശ്രുതിയുടെ കൈപിടിച്ച് പാതിരാവ് പുലരും കാലത്തോളം ജെൻസൺ അവിടെ ശ്രുതിയുടെ കൂടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുന്ന ഒരു മനുഷ്യനാണ്. പല ആൾക്കാരും എന്നെ നോക്കി പറയാറുണ്ടായിരുന്നു, നീ ഒരു പെൺകോന്തനാണ്, ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുകയാണ് എന്ന്. പക്ഷേ ഇവക്ക് വേണ്ടിയല്ലേ, അതൊന്നും സാരമില്ല എന്നാണ് ജെൻസൺ ആ സമയം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പറഞ്ഞത്. ഈ ജെൻസൺ ഇപ്പോൾ എവിടെയാണ്? ഈ ജെൻസൺ ഇപ്പോൾ ആണ്ടൂർ നിത്യസഹായ പള്ളിയിൽ 6 അടി മണ്ണിന് താഴെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വേദനയോടുകൂടെയാണ് കേരളം മുഴുവൻ ജെൻസനെ യാത്രയാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രുതി ഇതെങ്ങനെ സഹിക്കും എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ശ്രുതിയെ ജെൻസന്റെ മൃതദേഹം കാണിക്കുമ്പോൾ ശ്രുതി കരഞ്ഞില്ല. ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഒരു മരവിപ്പ് മാത്രമാണ് ശ്രുതിയുടെ മുഖത്ത് കാണാനായിട്ട് സാധിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രുതി എങ്ങനെ ഇത് അതിജീവിക്കും എന്നുള്ള ചിന്ത ഇപ്പോഴും കേരളത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ അലട്ടുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ശ്രുതിയോടൊപ്പം ഉണ്ടെങ്കിലും ശ്രുതിയുടെ ലോകമായിട്ടുള്ള ജെൻസൺ മരണപ്പെട്ടതിന് ശേഷം ശ്രുതിക്ക് ഈ ലോകത്ത് ആരും ഒന്നും ഇല്ലാതായി എന്നുള്ള തോന്നൽ ആണ്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രുതി എന്ന് പറയുന്ന യുവതി ജെൻസനുമായിട്ട് പ്രണയത്തിലായിട്ട് 10 കൊല്ലത്തിലേറെയായി. 10 കൊല്ലമായുള്ള അഗാധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള പ്രണയം എന്ന് നമുക്കതിനെ വിളിക്കാം. അതുകൊണ്ടാണ് ശ്രുതിയെ ഒരു പാദരാത്രി ജെൻസൺ വിളിച്ചിട്ട് നീ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം, ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ശ്രുതിക്ക് കാര്യം മനസ്സിലായില്ല. കാരണം കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യായിരുന്നു ശ്രുതി. ശ്രുതി എന്താണെന്ന് മനസ്സിലാകാതെ ശ്രുതി വീട്ടിലേക്ക് എത്തിയപ്പോൾ ശ്രുതിക്ക് കാണാനായിട്ട് സാധിച്ചത് തൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഉരുളൻ കല്ല് മാത്രം ഇരിക്കുന്ന കാഴ്ചയാണ്. ഒരു ഭീമൻ കല്ല് മാത്രമാണ് അവിടെ ഉള്ളത്. എൻ്റെ അച്ഛൻ എവിടെ, എൻ്റെ അമ്മ എവിടെ, എൻ്റെ അച്ഛമ്മ എവിടെ, എൻ്റെ അനിയത്തി എവിടെ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊന്നും ജെൻസന് മറുപടിയില്ല. ജെൻസൺ ആണെങ്കിൽ ശ്രുതിയുടെ കൈ പിടിച്ച് ജെൻസൺ ശ്രുതിയെ തൻ്റെ മാറോട് ചേർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ശ്രുതിയെ ആശ്വസിപ്പിച്ചു. പതിയെ ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ശ്രുതിയെ ഒരിക്കലും ജെൻസൺ തനിച്ചാക്കിയിരുന്നില്ല. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിയോടൊപ്പം തന്നെ ജെൻസൺ ഇരുന്നു. ശ്രുതി രാത്രിയാകുമ്പോൾ ആ ട്രോമയിൽ നിലവിളിക്കും. പോരാത്തതിന് രാത്രിയാകുമ്പോൾ ശ്രുതി തന്നെ പറയും, എൻ്റെ ദേഹത്ത് ചെളി വന്ന് മൂടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് വരും. ആ സമയമാകുമ്പോൾ ഉറക്കത്തിൽ കിടന്ന് ശ്രുതി കൈയും കാലും ഇട്ടടിക്കും. അപ്പോഴെല്ലാം ജെൻസൺ ഉറക്കമുണർന്നിരുന്ന് ശ്രുതിയെ തൻ്റെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച ആ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആൾക്കാരും കണ്ടതാണ്. അത്രയ്ക്കും വലിയ ട്രോമയായിരുന്നു ശ്രുതിക്ക് കിട്ടിയത്. അപ്പോഴും ശ്രുതിക്കുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ജെൻസൺ എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു ഇവരുടെ. വീട്ടുകാരെല്ലാം സമ്മതിച്ചു. വിവാഹ നിശ്ചയവും നടന്നു. വീട്ടിൽ സ്വർണവും 4 ലക്ഷം രൂപ പണവും വിവാഹത്തിനുള്ളത് സകലതും ഉണ്ടായിരുന്നു. നല്ല സന്തോഷത്തോടു കൂടെ ആ കുടുംബം മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ദിവസം രാത്രി മേപ്പാടി ചൂരൽമല അപ്രത്യക്ഷമായത്. ഉരുൾപൊട്ടലിൽ ശ്രുതി ഒഴിച്ച് 9 പേരും, അതായത് ശ്രുതിയുടെ കുടുംബത്തിലെ 9 പേരും ശ്രുതിക്ക് നഷ്ടപ്പെട്ടു. ശ്രുതിക്കിപ്പോൾ വീടില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. ശ്രുതി ഈ ഭൂമിയിൽ അനാഥയായി മാറിയിരിക്കുന്നു. അപ്പോഴാണ് ജെൻസൺ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്, ആരുമില്ലെങ്കിലും പ്രശ്നമില്ല, നിനക്ക് ഞാനുണ്ടെന്ന്. അപ്പോഴും സകല മാധ്യമങ്ങൾക്ക് മുമ്പിലും ജെൻസൺ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ശ്രുതിക്ക് ഞാനുണ്ട്. പക്ഷെ നാളെ ശ്രുതിക്ക് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് എൻ്റെ വേവലാതി എന്ന്. അന്ന് നാട്ടുകാർ മുഴുവൻ ജെൻസണോട് പറയുന്നുണ്ട്, എന്തിനാണ് ജെൻസ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന്. അപ്പോൾ ജെൻസൺ പറഞ്ഞ ലോജിക്കലായിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ജെൻസൺ പറഞ്ഞത്, ഞാനിത് പറയാനായിട്ടുള്ള കാരണം ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം മനുഷ്യ ജീവനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ശ്രുതിയും ജെൻസണും കൈകോർത്തിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായിരുന്നാലും ആ ജെൻസൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു. ശ്രുതി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ശ്രുതിയുടെ കാലിൽ ഒരു ഫ്രാക്ചർ ഉണ്ട്. ആ ഫ്രാക്ചറായി ശ്രുതി അവിടെ ചികിത്സയിലായിരുന്നപ്പോഴും ഒരു സർജറി കഴിഞ്ഞപ്പോഴും ശ്രുതി ജെൻസൺ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ജെൻസൺ അപ്പുറത്തെ മുറിയിലുണ്ട് എന്നാണ് ഡോക്ടർമാർ ശ്രുതിയോട് പറഞ്ഞിരുന്നത്. പക്ഷെ ജെൻസൺ അപ്പോഴേക്കും തൻ്റെ പ്രാണൻ വെടിഞ്ഞിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ജെൻസൺ അപ്പോൾ വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് ജെൻസനെ പുറത്തെടുക്കുന്ന സമയം ശ്രുതിയെ വിട്ട്
ജെൻസന്റെ പ്രാണൻ പറന്നു പോകും എന്ന് കൃത്യമായിട്ട് ഡോക്ടർമാർക്ക് അറിയാമായിരുന്നു. എങ്കിലും ഡോക്ടർമാർ അത് പിടിച്ചു നിർത്താൻ ആവതും ശ്രമിച്ചു. കേരളക്കര ഒന്നാകെ ജെൻസന് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം തൻ്റെ പ്രാർത്ഥനയെല്ലാം, അതായത് കേരളക്കരയുടെ മുഴുവൻ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ട് ജെൻസൺ ശ്രുതിയെ വിട്ടു പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലെ ആണ്ടൂരിൽ ജെൻസന്റെ മൃതദേഹം എത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ഒന്നാകെ തേങ്ങി. അതിൽ ഒരാൾക്ക് പോലും കണ്ണീർ പൊഴിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വിഷമം ആ വീട്ടിലും ആ പരിസര പ്രദേശത്തും, എന്തിനു പറയുന്നു, ആ പ്രദേശത്ത് മുഴുവൻ തളം കെട്ടി നിൽക്കുന്നത് കണ്ടതാണ്. ശ്രുതിയെ ജെൻസന്റെ മൃതദേഹം കാണിച്ചത് ആ ശവമഞ്ചത്തിലിരുത്തി ശ്രുതി കിടക്കുന്ന ആശുപത്രിയിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവച്ചാണ്. ശ്രുതി ആ മൃതദേഹത്തിന്റെ മുഖത്തേക്ക് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ശ്രുതി കരഞ്ഞില്ല, ശ്രുതി ഒന്നും മിണ്ടിയില്ല, ശ്രുതിയുടെ കണ്ണിമ പോലും ചിമ്മുന്നതായിട്ട് ആ വിഷ്വലിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അതിഭീകരമായിരുന്നു ശ്രുതിയുടെ അവസ്ഥ. ഇനി ഈ ട്രോമ ശ്രുതി എങ്ങനെ അതിജീവിക്കും എന്നാണ് പല ആൾക്കാരും ആവലാതിപ്പെടുന്നത്. ജെൻസൺ എന്തായാലും ശ്രുതിയെ വിട്ടുപോയി. ജെൻസൺ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അറം പറ്റിപ്പോയല്ലോ ജെൻസ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് ഞാൻ വിട്ടുപോയാൽ ശ്രുതിക്കിനി ആരുണ്ട് എന്ന ചിന്തയാണ് ജെൻസനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ജെൻസൺ പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയെ വിട്ട് ജെൻസൺ പോയിരിക്കുന്നു. എങ്കിലും ശ്രുതിയുടെ കൂടെ തന്നെ ജെൻസൺ ഉണ്ട് എന്നാണ് കേരളക്കരയ്ക്ക് മുഴുവൻ വിശ്വസിക്കാനായിട്ട് ആഗ്രഹം. അങ്ങനെ തന്നെ കേരളക്കര വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ശ്രുതി ഈ ട്രോമ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആവലാതിപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ശ്രുതിക്ക് ഇനി ഈ ഭൂമിയിൽ ആരുമില്ല എന്നുള്ളതാണ്. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് എന്ന് പണ്ട് പല ആൾക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആൾക്കാർ, അതായത് നമ്മുടെ കേരളത്തിലുള്ള ജനത, വിശ്വാസ സമൂഹം പോലും എന്ത് വിധിയാണിത് എന്നോർത്ത് ദൈവത്തെ പോലും പഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇത്രയും ഭീകരമായിട്ട് തകർത്തത് ആരാണ്? അത് ദൈവമാണോ, അല്ലെങ്കിൽ വിധിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ഒന്നിനും മറുപടി കിട്ടാതെ കേരളക്കര മുഴുവൻ ശ്രുതിയുടെ ജീവിതം നോക്കി പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.